ഓൾ, വെൽക്കം ടു അനദർ വീഡിയോ. നമ്മൾ ഇന്നൊരു യാത്ര തിരിക്കുകയാണ്. എങ്ങോട്ടാണെന്നല്ലേ? വേറൊരിടത്തേക്കൊന്നല്ല, ബാംഗ്ലൂർ ടു കേരള ഒരു റോഡ് ട്രിപ്പ്. നമ്മുടെ വീട്ടിലേക്കൊരു യാത്ര. ഏകദേശം 14-16 മണിക്കൂർ എടുക്കുന്ന യാത്ര. ആക്ച്വലി ഒരു 12 മണിക്കൂറേ എടുക്കാറുള്ളൂ. നമ്മൾ കുഞ്ഞിനെയും കൊണ്ട് യാത്ര ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ഹോൾഡ് ചെയ്യാറുണ്ട്, ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ എവിടെയെങ്കിലും റെസ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ പതിയാണ് നമ്മൾ യാത്ര ചെയ്യാറ്. നമ്മൾ സ്ട്രെച്ചിൽ പോകാറില്ല ഒരിക്കലും. പിന്നെ എല്ലാവരും വളരെയധികം ഹാപ്പിയാണ് ഈ യാത്രയിൽ. കാരണം എന്തെന്ന് വെച്ചാൽ ജോലി തിരക്ക് കാരണം ഒരു 3-4 മാസമായിട്ട് നമുക്ക് നാട്ടിൽ പോകാൻ സാധിച്ചില്ല. അപ്പോൾ നാട്ടിൽ അമ്മയും അച്ഛനെയും എല്ലാവരെയും കാണാനുള്ളൊരു സന്തോഷം. പിന്നെ ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കാൻ നോക്കും. ഇന്നത്തെ ബാംഗ്ലൂരിലെ പെട്രോൾ ചാർജ് എന്ന് പറയുന്നത് 102 പെട്രോളിൻ്റെ റീഡിങ് ശ്രദ്ധയോടെ നോക്കുന്ന 2 പേരെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദേവൂട്ടനും ദേവൂട്ടൻ്റെ അച്ഛനും 2 പേരും റീഡിംഗ് എല്ലാം കറക്റ്റായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ യാത്ര തിരിക്കണമെന്ന് ഉദ്ദേശിച്ചതാണ്. പക്ഷേ എപ്പോഴും നമ്മൾ ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഒരു ഉച്ച വൈകുന്നേരമാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ യാത്ര മുക്കാലുമൊക്കെ രാത്രിയിലായിരിക്കും. വഴിയിൽ പെട്ടെന്ന് തന്നെ ഒരു ചാറ്റൽ മഴ വന്നു, പെയ്തു, തോർന്നു. അങ്ങനെ വലിയ മഴയില്ലായിരുന്നു. കുറച്ച് ദൂരം യാത്ര ചെയ്തു. അല്ലാണ്ട് ടയേർഡായെന്ന് തോന്നിയപ്പോൾ ഒന്ന് റിഫ്രഷ് ആകാമെന്ന് ഓർത്തു. ഞങ്ങൾ 3 പേരും ഓരോ കാപ്പി കുടിച്ചു. ദൈവത്തിന് നല്ല ഉറക്കമായിരുന്നു. ഒരു ക്ഷീണമൊക്കെ മാറ്റി പിന്നെയും നമ്മൾ യാത്ര തുടങ്ങി. കാതങ്ങൾ അകലം സഞ്ചരിക്കണം. കർണാടക, തമിഴ്നാട്, പിന്നെ കേരളം. ഈ തവണത്തെ നമ്മുടെ യാത്ര പുതിയ ഹൈവേയിലൂടെയാണ്. സേലം വരെ എത്താൻ പഴയത്ര സമയം എടുക്കാറില്ല. അല്ലെങ്കിൽ നമുക്ക് സേലം വരെ എത്താൻ ഒത്തിരി നേരം എടുക്കാറുണ്ട്. പുതിയ ഹൈവേയിലൂടെ യാത്ര ചെയ്തുകൊണ്ട് അത്ര നേരം എടുക്കില്ല. യാത്ര ചെയ്ത് സമയം പോയത് അറിഞ്ഞില്ല. പെട്ടെന്ന് തന്നെ നേരം വെളുത്തു. സൂര്യൻ ഉദിച്ചു തുടങ്ങി. നല്ല സുന്ദരമായ കാഴ്ചകൾ കണ്ട് മലകളും പുഴകളും കാടും മേടും എല്ലാം കണ്ടാണ് യാത്ര ചെയ്തത്. ഹൈവേ ആയതുകൊണ്ട് ടോളുകൾക്ക് മാത്രം ഒരു ക്ഷാമവും ഇല്ല. ദേവൂട്ടന് വിശന്നു തുടങ്ങി. ബാഗിലുണ്ടായിരുന്നൊരു ഡാർക്ക് ചോക്ലേറ്റ് എടുത്ത കക്ഷി കഴിക്കാനും തുടങ്ങി. ദേവൂട്ടന് പോകുന്ന വഴിയിൽ വിൻഡ്മില്ല് കാണണം, മലകൾ കാണണം, പിന്നെ വിശക്കുന്നു അമ്മയെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ കറക്റ്റായിട്ട് ടെമ്പിൾ സിറ്റി റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തെത്തി. ഈ റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഓപ്പോസിറ്റ് സീനറി. ഒരു താഴ്വരയാണ്. ഒരു മലയുടെ താഴെ ഒരു പുഴയുടെ തീരത്തായിട്ടാണ് ഈ റെസ്റ്റോറൻറ്റ്. സോ നല്ല സീനറിയാണ്. അവിടെ കഴിക്കാൻ പോകുന്നതിന് മുന്നേ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല രസമായിരുന്നു കാണാൻ. വിശപ്പിൻ്റെ വിളി വന്നതുകൊണ്ട് തന്നെ ഇതിന് പെട്ടെന്ന് അകത്തേക്ക് പോയി. അവിടെ ചട്നിയുടെ ഒരു വെറൈറ്റീസ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാത്തിൻ്റെയും ടേസ്റ്റ് ഓക്കെ ആണോ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. ആദ്യം കഴിച്ച പൊടിയും ചമ്മന്തിയും നല്ലതായിരുന്നു. വലിയ എരിവില്ല. ഞാൻ ചേട്ടായിട്ട് ചോദിച്ചാൽ അടുത്ത ചട്നി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന്. അത് നല്ലതായിരുന്നു. പക്ഷെ കഴിച്ചു വരുമ്പോൾ നല്ലൊരു എരിവ്. കഴിച്ചു തുടങ്ങുമ്പോൾ നല്ല ടേസ്റ്റ്, പക്ഷെ കഴിച്ച് വരുമ്പോൾ നല്ലതായിട്ട് ഇരിക്കുന്നുണ്ട്. ദേവൂട്ടിന് നമ്മളൊരു പ്ലെയിൻ ഗീ റോസ്റ്റാണ് വാങ്ങിച്ചത്. ഞാനും ചേട്ടായും ഒരു മിനി ടിഫിൻ ഓർഡർ ചെയ്തു. മമ്മിക്ക് മസാല ദോശ മതി എന്ന് പറഞ്ഞു. മിനി ടിഫിനിൽ നമുക്കൊരു ഊത്തപ്പം, പൂരി, വട, ഇഡ്ഡലി, പിന്നെ സാമ്പാർ, കേസരി, കൂടെ ഒരു പൊങ്കലും ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ചിറങ്ങി അവിടുത്തെ ഫാമും പിന്നെ അവിടുത്തെ സീനറിയൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ ചിലവാക്കിയിട്ടാണ് നമ്മൾ പോയത്. നമ്മൾ നമ്മുടെ ജൈത്രയാത്ര പിന്നെയും തുടങ്ങി. റോഡ് ട്രിപ്പിൻ്റെ ഒരു പ്ലസ് പോയിന്റ്, നമുക്ക് എന്ത് നല്ല കാഴ്ച കണ്ടാലും നമുക്കൊന്ന് ഹോൾഡ് ചെയ്ത് അവിടെ ഒന്ന് ആസ്വദിച്ചിട്ട് പോകാൻ സാധിക്കും. കുറേ തെങ്ങിൻ തോപ്പുകളും മലനിരകളും കുറേ കൃഷി സ്ഥലങ്ങളും. തമിഴ്നാടിൻ്റെ പ്രത്യേകതയായി എനിക്ക് തോന്നിയത് കുറേയേറെ കൃഷി സ്ഥലങ്ങളും വ്യത്യസ്തമായ കൃഷികളും നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ ഏകദേശം ഒരു ഹാഫ് വേ ത്രൂ ആയി. നമുക്കിനി കുമളിയിലേക്ക് 57 കിലോമീറ്റർ കൂടാണുള്ളത്. പോയ വഴിയിലൊരു പാടശേഖരം നമുക്ക് കാണാൻ സാധിച്ചു.
അവിടെ കൃഷിയെല്ലാം കഴിഞ്ഞ് ഉഴുതു മറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നാട്ടിലേക്ക് പോകുന്നതിന് മുന്നേയുള്ള ലാസ്റ്റ് ടോപ്പ്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. തമിഴ്നാടിൻ്റെ ഭംഗി മൊത്തം കണ്ട് ആസ്വദിച്ചാണ് വരുന്നത്. കാളവണ്ടിയും നല്ല സുന്ദരമായ റോഡും പാടവും മലനിരകളും തെങ്ങും തോപ്പും അങ്ങനെ പല കാഴ്ചകൾ. യാത്രയൊന്നും ദേവൂട്ടനൊരു പ്രശ്നമേ അല്ല. അവൻ അവൻ്റേതായ രീതിയിൽ അവൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു കട നിറയെ പല ടൈപ്പ് മാംഗോ കണ്ടത്. മാംഗോ മാത്രമല്ല കേട്ടോ, പേരക്കായും ഉണ്ട്. ഇത് രണ്ടും ഞങ്ങളുടെ ഫേവറേറ്റ് ആയതുകൊണ്ട് അന്നേരം വണ്ടി സ്റ്റോപ്പ് ചെയ്ത് അത് ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല തേൻ മധുരമായിരുന്നു. അതിലിഷ്ടപ്പെട്ട വെറൈറ്റി മാംഗോയും വാങ്ങിച്ച് കുറച്ച് പേരക്കായും വാങ്ങിച്ചു. മാമ്പഴം വാങ്ങി നീങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അവിടെ തന്നെ ഒരു സായിബാബ ടെമ്പിൾ കണ്ടത്. ഇതെല്ലാം കണ്ട് നീങ്ങി നമ്മൾ പിന്നെയും നമ്മുടെ യാത്ര തുടങ്ങി. ഇപ്പം നമ്മൾ ലോവർ ക്യാമ്പിലെത്തി. ലോവർ ക്യാമ്പ് എന്ന് പറയുന്നത് കുമടി കയറുന്നതിന് മുന്നേയുള്ള ചുരം. ആ ചുരത്തിൻ്റെ താഴ്വരയാണ് ലോവർ ക്യാമ്പ്. യാത്ര പിന്നെയും തുടരുന്നു. ഇനി മുന്നോട്ട് നമ്മൾ കാണാൻ പോകുന്നത് നല്ല മനോഹരമായ കുമളിയുടെ ചുരങ്ങളാണ്. കേരളത്തിലെ മുല്ലപ്പെരിയാറിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന പെൻസ്റ്റോക്ക് പൈപ്പ് ലൈനുകളാണിവ. ഇങ്ങനെ ചുരത്തിൻ്റെ കുറേ വളവുകളും തിരിവുകളും നമ്മൾ യാത്ര ചെയ്തു വേണം കുട്ടിക്കാനത്തേക്ക് എത്താൻ. അങ്ങനെ ഫൈനലി കുമളി ബോർഡർ എത്തി. നമ്മൾ കേരളത്തിലേക്ക് പ്രവേശിച്ചു. നീണ്ട യാത്രയായിരുന്നു. ഇനി നമുക്ക് കുട്ടിക്കാനത്തേക്കുള്ള യാത്രയാണ്. തീർന്നിട്ടില്ല. കണ്ണുനിറയെ കാണാൻ ഒരുപാട് കാഴ്ചകൾ ഇനിയുമുണ്ട്. ഈ കാണുന്നത് ഒരു നല്ല മനോഹരമായ തേയിലത്തോട്ടമാണ്. ഇതെല്ലാം കടന്ന് തേക്കടിയിലേക്ക് ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ദേവൂട്ടിന് ആദ്യം ഒരു അല്പം വരുന്നില്ല കാഴ്ചകൾ. ഓരോ സ്ഥലവും അത്രയ്ക്ക് മനോഹരമായിരുന്നു. ഈ കാഴ്ചകളൊക്കെ കാണുമ്പോഴാണ് ശരിക്കും നമ്മൾ റിയലൈസ് ചെയ്യുന്നത് ഭൂമി ഇത്രമാത്രം സുന്ദരമാണെന്ന്. ഇതെല്ലാം ഓരോ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ആണ്. ആക്ച്വലി ഇതൊരു പൈൻ ഫോറസ്റ്റ് ആണ്. ഉള്ളിലേക്ക് കയറി പോയില്ല. നേരം വൈകുമെന്ന് ഓർത്ത് ഞങ്ങൾ വെളിയിൽ നിന്ന് തന്നെ എല്ലാ കാഴ്ചകളും കണ്ട് പിന്നെ തിരിച്ചിറങ്ങി. പോകുന്ന വഴി ആകെ നല്ല പച്ച പുതപ്പിച്ചിട്ട പോലുള്ള കാഴ്ചകൾ. പിന്നെയും നമ്മുടെ യാത്ര തുടരുന്നു. ഇനി നെക്സ്റ്റ് സ്പോട്ട് എവിടെയാണെന്നല്ലേ? ഇതാണ് വളഞ്ഞിങ്ങാനം വെള്ളച്ചാട്ടം. അവിടെ ഞങ്ങൾ വണ്ടി നിർത്തി കാഴ്ചകൾ കണ്ടു പോകാനല്ലേ യാത്ര. എപ്പോൾ പോയാലും ഇത് നല്ല തിരക്കുള്ള സ്ഥലമാണ്. ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലം ആരും അങ്ങനെ മിസ് ചെയ്യത്തില്ലല്ലോ. അപ്പോൾ ഈ വഴി പോകുന്ന എല്ലാവരും ഇവിടെ ഒന്ന് നിർത്തി അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കുകയും പിന്നെ അവിടുത്തെ കാറ്റൊക്കെ അടിക്കുകയും വെള്ളച്ചാട്ടത്തിൻ്റെ എറിച്ചിലടിച്ച് നിൽക്കുക. ഇതൊക്കെ രസമല്ലേ? ഭൂമിയിൽ ഇതൊക്കെയല്ലേ മനോഹരമാകുന്നത്. യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മൾ ഇതുവരെയും വീട്ടിലെത്തിയില്ലല്ലോ. കോട്ടയത്തേക്കുള്ള യാത്ര. വീടെത്തി. അപ്പം ഞങ്ങളെ കാത്ത് വീട്ടിൽ റെഡി ആയിട്ടിരിപ്പുണ്ടായിരുന്നു. ദേവൂട്ടനുള്ള കളിപ്പാട്ടമൊക്കെ ആയിട്ട് റെഡിയായി. വന്ന പാടെ കുട്ടിക്കുറുമ്പനും വല്യച്ഛനും കൂടെ കളി തുടങ്ങി.
ഒരു നീണ്ട യാത്രയുടെ ക്ഷീണമൊന്നും അവനില്ലായിരുന്നു. യാത്രയാണെങ്കിലും ആവശ്യത്തിന് അവൻ ഉറങ്ങി. വന്ന പാടെ അവൻ്റെ പുതിയ ടോയ്സ് എല്ലാം എടുത്ത് കളിയാൻ തുടങ്ങി. അങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് സഞ്ചരിച്ച കിളികൾ വീടണഞ്ഞു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.